Hello guys, welcome back to my channel Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ബീഫ് ടിക്ക പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പിസ്സ എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് ഡോ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് പാൽ ഒഴിച്ചതിന് ശേഷം കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ചെറിയ ചൂടുള്ള പാലാണ്. ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ റൈസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടിക്ക മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാത്ത ബീഫാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ടിക്ക മസാല ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടിടാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ഒരു ഡോ നന്നായിട്ട് തന്നെ റൈസായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. ഇനി നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബോളാക്കി ഒന്നിടാം. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ല തിക്നെസ്സിന് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ്സിനാണ് അപ്പോൾ ഞാനിവിടെ പരത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്തു വന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒനിയനും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ മൊസല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ഒരു ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഞാൻ ചീസ് ഇട്ട് കൊടുക്കുവാണ് സൈഡിലൊക്കെ. ഇനി നമുക്കിത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ആണ് ഇന്ന് റെഡിയാക്കാനായിട്ടുള്ള ടൈം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പിസ്സ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പിസ്സയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.